പ്രിയരെ നമസ്കാരം. ഞാൻ ജയകുമാർ അതിരപ്പള്ളിയാണ്. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ചക്കയെക്കുറിച്ചും ചക്ക വിഭവങ്ങളെക്കുറിച്ചുമാണ്. ചക്കയുടെ പ്രമോഷന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഓർമ്മ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഞാനിവിടെ. വിശിഷ്ടമായ നമ്മുടെ നാട്ടുവിഭവങ്ങൾ പലതും ജങ്ക് ഫുഡിൻ്റെയും ഫാസ്റ്റ് ഫുഡിൻ്റെയും ആർത്തി കുത്തൊഴുക്കിൽ വിലകെട്ടതായി മാറിയിരിക്കുന്നു. വില കൊടുത്തു വാങ്ങുന്നതോ വിഷലിപ്തവും. നമ്മൾ അവഗണിച്ച ചക്കയിൽ എത്ര മാത്രം ഔഷധ ഗുണങ്ങളുണ്ട് നമുക്കറിയാവുകയല്ല. പക്ഷേ നമ്മൾ സൗകര്യപൂർവ്വം മറന്നുപോയിരിക്കുന്നു. പ്ലാവിനങ്ങൾ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയുണ്ട്. തേൻ വരിക്ക, മുട്ടൻ വരിക്ക, താമര വരിക്ക, ചെമ്പരത്തി വരിക്ക മുതലായവും വിയറ്റ്നാം മേർലി എന്ന പരദേശിയും വരെയുണ്ട്. നമ്മൾ അവഗണിച്ച ചക്കയിൽ വിറ്റമിൻ എയും സിയും സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഹൃദയാരോഗ്യത്തിന് ഗുണകരമായ പൊട്ടാസ്യം പോലുള്ള മൂലകങ്ങളും ഉണ്ട്. ഗ്ലൈസമിക് ഇൻഡെക്സ് ചക്കപ്പുഴുക്ക് പോലുള്ള വിഭവങ്ങൾ കുറവായതിനാൽ ഇത് കഴിച്ചാൽ പ്രമേഹ നിയന്ത്രണവും അമിത ഗ്ലൂക്കോസ് നിയന്ത്രണവും വരുത്താൻ കഴിയും. നമ്മുടെ ചക്കക്കുരു നിസ്സാരക്കാരനല്ല കേട്ടോ. 1 ഗ്രാം ചക്കക്കുരുവിൽ 11.1 ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ചക്കപ്പഴത്തിൽ 2.6 ഗ്രാമും നാരുകളുണ്ട്. 60% വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്ത ഈ നാരുകൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷവസ്തുക്കളായ കാഴ്സനോജലുകളെ പുറന്തള്ളാൻ സഹായിക്കുന്നു. മലബന്ധത്തിന് ചക്കപ്പഴവും ചക്കപ്പുഴുക്കും മറ്റും വളരെ നല്ലതാണ്. ആദ്യഘട്ടങ്ങളിൽ കൗതുക വിഭവ പരിഗണന ലഭിച്ച ചക്ക വിഭവങ്ങൾ 5 സ്റ്റാർ നിലവാരത്തിലേക്ക് ഉയരുന്നതാണ് പിന്നെ കണ്ടത്. വയനാട് നിന്നുള്ള ചക്ക വിഭവ പരിശീലകയായ പത്മിനി ശിവദാസ്, ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ ഗ്രാമത്തിൽ നിന്നുള്ള ആൻസി മാത്യു, ആലപ്പുഴയിലെ ബിജിശ്രീ, പത്തനംതിട്ടയിലെ ലൈലമാട തുടങ്ങി ചക്ക വിഭവ പരിശീലകർ ഏറെയുണ്ടായി. അവരിൽ കുറേ പേർ ചക്ക വിഭവങ്ങളെക്കുറിച്ച് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. 2-3 പുസ്തക ലഭ്യതയ്ക്കുള്ള വിലാസങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. 1.5 മാസം മൂപ്പുള്ള ചക്ക ചക്ക, 2 മാസം മൂപ്പുള്ള ചക്ക, 4 മാസം മൂപ്പുള്ള ചക്ക, പച്ചച്ചക്ക, നന്നായി വിളഞ്ഞ ചക്ക, പഴുത്ത ചക്ക എന്നിങ്ങനെ വിവിധ പ്രായത്തിൽ ചക്ക നമുക്ക് വൈവിധ്യമാർന്ന വിഭവങ്ങളാക്കാം. ചക്കക്കുരു വിഭവങ്ങൾ വേറെയാണ് കേട്ടോ. ഇത്തരത്തിൽ പ്രാധാന്യമറിയിക്കുന്ന ചക്കയെ നമ്മൾ എത്രമാത്രം പരിഗണിച്ചിട്ടുണ്ട് എന്നത് ആലോചനീയമാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും മറക്കണം.